അമേരിക്കയുടെ അധിക തീരുവ നേരിടാൻ സഹകരണം ദൃഢമാക്കി ഇന്ത്യയും റഷ്യയും ചൈനയും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദിയും പുടിനും ഷീ ജിൻപിങ്ങും പ്രത്യേക ചർച്ച നടത്തി. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്ന് മോദി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അംഗീകാരം. വോട്ടുമോഷണം ജനാധിപത്യ മോഷണമെന്ന് രാഹുൽ ഗാന്ധി. ഗാന്ധിജിയെ ഇല്ലാതാക്കിയ ശക്തികൾ ഭരണഘടനയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വിമർശനം. വോട്ടർ അധികാർ യാത്രയ്ക്ക് പാട്നയിൽ സമാപനം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികൾ സ്വീകരിക്കുന്നത് തുടരണമെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. E20 പെട്രോൾ നയത്തെ ചോദ്യം ചെയ്തുള്ള പൊതു താൽപര്യ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹർജിക്ക് പിന്നിൽ വൻ ലോബികളെന്ന് കേന്ദ്രം. പുതിയ നയം കരിമ്പു കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്രം. ഭൂകമ്പത്തിൽ തകർന്ന അഫ്ഗാനിസ്ഥാന് സഹായവുമായി ഇന്ത്യ. 15 ടൺ ഭക്ഷണ സാധനങ്ങൾ ഉടനെത്തിക്കും. 1000 ടെന്റുകൾ കൈമാറി. ഭൂകമ്പത്തിൽ മരണം 800 കടന്നു. 2500-ലേറെ പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം കൂടിയെന്ന് റിപ്പോർട്ട്. ഓണക്കാലത്ത് MDMA ഹൈബ്രിഡ് കഞ്ചാവും ലഹരി ഗുളികകളും വ്യാപകമെന്ന് പോലീസും എക്സൈസും. ടോപ്പ് 10 സ്പെഷ്യൽ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്താൻ ദേവസ്വം ബോർഡ്. നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തും. അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുക ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് NSS.